ശ്രീ അജയ് തറയിൽ ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ പറഞ്ഞത്, അതായത് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഈ ദ്വാരപാലക വിഗ്രഹങ്ങൾ അത് ഏതൊരു കോടീശ്വരന് വിറ്റു എന്ന രീതിയിലുള്ള പരാമർശമാണ് നടത്തിയത്. പ്രതിപക്ഷ നേതാവ് അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വിൽപ്പന നടന്നോ? കവർച്ച മാത്രമല്ല, അങ്ങനെ ഒരു വിൽപ്പന നടന്നോ? മാത്രമല്ല, ഇപ്പം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ദ്വാരപാലക വിഗ്രഹങ്ങളാണ് തിരിച്ചു കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചത് എന്ന് പറയുന്നു. പൊതുവിൽ എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ ഈ വിവാദത്തെ? വളരെ ശരിയായ ഒരു കാര്യമാണ് പ്രതിപക്ഷ പറഞ്ഞിട്ടുള്ളത്. 2019 ഇവിടെ നിന്ന് കൊണ്ടുപോയ ദ്വാരപാലകരും അതിന്റെ പീഠവും അവരെ കൊണ്ടുപോയി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അതിനകത്ത് 1 ഗ്രാം സ്വർണം പൂശുന്നു എന്ന പോലെ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരികയും അതും ഇവിടെയുള്ള പീഠവും തമ്മിൽ സൂട്ടബിൾ ആവാതെ വന്നപ്പോൾ അത് തിരിച്ചു കൊണ്ടുപോയി രണ്ടാമത് പഴയ തന്നെ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരും. അത് പഴയതാണോ പുതിയതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പീഠം മാത്രം ബാക്കി കിട്ടി, ബാക്കിയുള്ളത് വിറ്റ് കാശ് വാങ്ങി. അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല, ഒരന്വേഷണവുമില്ല. ഇതിൽ നിന്നും സ്വർണം മോഷ്ടിച്ചത് മാത്രമല്ല വിഷയം. ഈ ദ്വാരപാലകരെ കൊണ്ടുപോയി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി, ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ കൊണ്ടുവന്ന് പഴയ വളരെയേറെ ചേതനയുള്ള, വളരെയേറെ ഈശ്വര ചൈതന്യമുള്ള പഴയ ദ്വാരപാലകരെ ഇപ്പോഴും മറ്റാരോ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ഇവൻ കൊണ്ടുപോയി പല സ്ഥലത്തും പൂജിച്ചിരിക്കുന്നു. പീഠം കൊണ്ടുവന്ന് അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, പീഠം മാത്രമേ എങ്ങനെ 2 വരും? ഈ മാധ്യമ അൽനമ്പർ അടക്കമുള്ള ഞാൻ ചോദിക്കുക, പീഠം മാത്രം എങ്ങനെ 2 വരും? 2 പെയർ. അപ്പോൾ പീഠം മാത്രമല്ല, ദ്വാരപാലകരുമുണ്ട്. അതാണ് ശ്രീ വി ഡി സതീശൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ആരാണ് മോഷ്ടിച്ചതെന്നോ ആർക്കാണ് കൊടുത്തതെന്നോ എത്രയോ വാങ്ങിയതെന്നോ അറിയാമെങ്കിൽ പിന്നെ ഈ പണിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അതിനെക്കുറിച്ച് പറഞ്ഞാൽ മതില്ലേ? അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം ഗവൺമെന്റ്. അതിനകത്ത് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഉത്തരവാദിത്വമുണ്ട്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉത്തരവാദിത്വമുണ്ട്. ഉത്തരവാദിത്വം അല്ലാതെ ഈ എന്താണ് മറ്റേ ഒരു ദേവസ്വം ഇയോനോയോ ആറോയോ സസ്പെൻഡ് ചെയ്തുകൊണ്ടല്ല, അത് അല്ല പ്രശ്നം. ദേവസ്വം ബോർഡിൽ തീരുമാനമെടുത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഇരിക്കുന്നത്. ഒരു ഓർഡർ ഇറങ്ങണമെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അധ്യക്ഷതയിൽ 2 മെമ്പർമാരുടെ യോഗം കൂടണം, സെക്രട്ടറി ഉണ്ടാകണം. അതിന്റെ ഓർഡറാണ് സെക്രട്ടറി എടുക്കുന്നത്. അങ്ങനെ ഓർഡറാണ്. ഞങ്ങൾ 2017 അവിടെ നിന്ന് പോരുമ്പോൾ വളരെ പ്രക്ഷോഭിച്ചു നിന്ന മറ്റേ ദ്വാരപാലകർ, നല്ല മനോഹരമായി തിളങ്ങി നിന്ന സ്വർണത്തിൽ തീർത്ത ആ സാധനം ഏതാണ്ട് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ചെമ്പാണ്, ചെമ്പുപാളിയാണ്, തനിച്ചെമ്പാണ്, സ്വർണം അശേഷമില്ല എന്ന തരത്തിൽ ഒരു ബോർഡ് ഓർഡർ ഉണ്ടാക്കുക എന്ന് പറയുന്നതും അതെല്ലാം ഭയങ്കരമായ ഒരു കോൺസ്പിറസിയാണ്. ഈ സാധനം അടിച്ചു മാറ്റി കോടാനുകോടി രൂപക്ക് വിറ്റ് അത് അതിന്റെ പൈസ വാങ്ങാൻ വേണ്ടിയുള്ള ഒരു കോൺസ്പിറസിയുടെ ഭാഗമാണ്. അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിനെ വിൽക്കുന്നതിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നെ സിനിമാ താരങ്ങളുടെ സാന്നിധ്യത്തിൽ ഇത് കൊണ്ടു നടന്ന് പ്രദർശിപ്പിച്ചല്ലോ. ഇതിനൊരു പ്രദർശന ചരക്കാക്കുകയും ചെയ്തല്ലോ. അത് പ്രദർശന ചരക്കാക്കി അതിനെ ഈയം പൂശാനുണ്ടോ ചോദിച്ചു നടക്കുന്ന പോലെ പുള്ളി നാട് മുഴുവൻ നടന്ന് സ്വർണം പൂശാനുള്ള ധാരാളം ആളിൽ നിന്ന് പൈസ വാങ്ങി. അതിന്റെ എല്ലാം അല്ല ഞാൻ പറയുന്നത്. ആ പൈസ വാങ്ങിയതും ഇത് കൊണ്ടുവന്നതിനേക്കാളും അപ്പുറത്തേക്ക് ഇവിടെ നിന്ന് അടത്തിക്കൊണ്ടുപോയ ആ തങ്കം സ്വർണം പൂശിയ ആ ദ്വാരപാലകരെവിടെ? അത് ഞങ്ങൾ പറയുന്നു അങ്ങനെ ഉണ്ട് എന്ന്. അത് കണ്ടുപിടിക്കട്ടെ, ഇല്ല എന്ന് തെളിയിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ. അല്ലെങ്കിൽ കാരണം അന്ന് അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് പറ്റാതെ പോയിട്ട് തിരിച്ചു കൊണ്ടുപോയ കഥ ഞങ്ങൾക്കറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാതെ വെറുതെ വേഗമായി കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ശില്പം അത് കൊണ്ടുപോയി വിറ്റ് ആർക്കാണ്, എത്ര രൂപക്കാണ്, ആ വലിയ കോടാനുകോടി രൂപയുടെ ആ മോഷണം അത് പുറത്തു കൊണ്ടുവരും. അല്ലാതെ ഞങ്ങൾ കരുതുന്നത് വെറുതെ വെച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നില്ല.
അതാണ് എനിക്ക് ഈ സമയത്ത് ഇവിടെ അല്ല, ശ്രീ അജിത് അറിയില്ല, നോക്കൂ, ഇതെല്ലാം ചെന്നൈയിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ടാണ് ചെന്നൈ ഓപ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക് ചെയ്യണമെങ്കിൽ കേരളത്തിൽ അതിനുള്ള സംവിധാനമില്ലേ? ഇപ്പോൾ യോഗദണ്ഡ് ഉൾപ്പെടെയുള്ള എല്ലാ സ്വർണ്ണ വെള്ളി ആഭരണങ്ങളും നന്നാക്കാൻ ചെന്നൈയിൽ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? അതും സംശയത്തോടെയല്ലേ നോക്കിക്കാണാൻ പറ്റൂ. വായി ചെന്നൈ എന്നുള്ളൊരു ചോദ്യമില്ലേ? എന്തുകൊണ്ട് ചെന്നൈ? ചെന്നൈ എന്ന് പറയുന്നത് നിഗൂഢമായിട്ട് കേന്ദ്രമായതുകൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞത് സ്വർണം പൊതിയുന്നതിന് അതിൻ്റെതായ പ്രക്രിയയുണ്ട്. അവിടെ ഒരു സ്വർണ്ണ കൊടിവരം ഉണ്ടാക്കി. ഞങ്ങളാണ് സ്വർണ്ണ കൊടിവരം ഉണ്ടാക്കിയത്. അത് ഫിനിക്സ് ഗ്രൂപ്പ് 9.5 കിലോഗ്രാം സ്വർണം ഉപയോഗിച്ച് അവരുടെ മേൽനോട്ടത്തിൽ ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റ് കമ്മീഷൻ SP കുറുപ്പാണ് മുഴുവൻ നിർവഹിച്ചത്. അത് പമ്പയിൽ ഒരു ഷെഡ് കെട്ടി അവിടെ ഇരുന്ന് രാവിലെ തുടങ്ങുമ്പോൾ അവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അത് ഒരു കാലിബ്രേറ്റ് ചെയ്ത വെയിങ് മെഷീനിൽ തൂക്കി നോക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം തൂക്കി നോക്കും. അങ്ങനെ കൃത്യമായി ചെയ്ത് അത് പൂശി അത് സ്വർണം പൊതിഞ്ഞ് അവിടെ വെച്ചു. ഇതും സ്വർണം പൊതിഞ്ഞതാണ്. ഇത് അവിടെ ഈ പെർമിസിസിൽ വെച്ച് ചെയ്യാൻ പാടുള്ളൂ എന്ന് ചട്ടമുണ്ട്. പിന്നെ ഇളക്കിയെടുത്ത് രാപ്പ് അന്നെന്തോ സൂര്യഗ്രഹണമോ എന്തൊക്കെയാണ് ആദ്യം കൊണ്ടുപോയി 2019 കൊണ്ടുപോയത്. അത് വലിയ വിവാദങ്ങൾ നടക്കുന്ന സമയത്ത് കോവിഡും അതുപോലെ അയ്യപ്പ അവിടെ സ്ത്രീ പ്രവേശനം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഈ പെരകത്തുമ്പോൾ വാട വിട്ടുന്നു എന്ന് പറഞ്ഞ് ഈ സാധനം അടിച്ചു മാറ്റി. അത് നിസ്സാരമായ ഒരു കാര്യമല്ല, വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. ഈ ദ്വാരപാലകരിൽ നിന്ന് പൊതിഞ്ഞിരുന്ന സ്വർണം ഉരുക്കിയെടുത്ത് മറിച്ച് വിറ്റു എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് അങ്ങനെ തന്നെ വിറ്റിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. നിയമസഭയിൽ ശ്രീ കടകംപള്ളി സതീശൻ ഞാൻ ആർക്ക് കൊടുത്തു എന്ന് പറയാനാണ് ചോദിച്ചത്. അല്ല, ഇവിടെ പോലീസ് അന്വേഷണമില്ലേ? ഈ കോടീശ്വരൻ ചെന്നൈയിലെ ഒരു കോർപ്പറേറ്റ് ഭീമനാണോ? കാരണം ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അയാളാണ് എന്ന് വാർത്ത പുറത്ത് വന്നിട്ടുണ്ട്. എനിക്കറിയില്ല, താങ്കൾ ഇരിക്കുന്ന കാലത്തും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നൊന്നും അറിയില്ല. ഇപ്പം നോക്കൂ, പരമാവധി 170 ദിവസങ്ങളാണ് നട തുറക്കുന്നത് അല്ലേ? ഒരു ദിവസം 1 ലക്ഷം കണക്കാക്കിയാൽ പോലും 1,70,00,000 രൂപ ആണ് അഭിഷേകം തൊട്ടുള്ള നിവേദ്യ ചെലവുകൾ വരുന്നത്. ഇതിനുള്ള വരുമാനം ശബരിമലയിൽ ഉണ്ട് എന്നിരിക്കെ ഇപ്പോൾ ഞാൻ ഈ പരാമർശിച്ച കോർപ്പറേറ്റ് ഭീമൻ അല്ലെങ്കിൽ ഭീമന്മാർ ഇതെല്ലാം സ്പോൺസർ ചെയ്ത് മറിച്ച് വിൽക്കുന്നത് ദേവസ്വം അറിഞ്ഞുകൊണ്ടാണോ? അല്ല, അതാ അന്വേഷിക്കേണ്ടത്. ഇപ്പൊ ഈ സാധനം കൊണ്ടുപോയതിനെ കുറിച്ച് അതന്വേഷിക്കണം, അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഗവൺമെന്റ് പിന്നെ എന്താ നിലനിൽപ്പുള്ളത്? അതുകൊണ്ടാണ് മന്ത്രിയെ മാറ്റി നിർത്തി അന്വേഷിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞത്, ഞങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത്. വെറുതെ ഒരു വാർത്തയ്ക്ക് വേണ്ടിയല്ല. ഞാൻ ഈ പറഞ്ഞത് എവിടെയും പറയാൻ തയ്യാറാണ്. ഏത് വലിയ എനിക്ക് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ധാരാളം ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇത് ചെയ്യുന്നില്ല പറഞ്ഞിട്ട്. അപ്പോഴും ഞാൻ പറയുന്നു, ഇത് ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയി ഇവർ വിറ്റിരിക്കുന്നു. പീഠം കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു കോമൺ സെൻസ് ഉള്ള നമ്മളൊക്കെ ചിന്തിക്കട്ടെ. 2 പീഠം അവിടെ ഉണ്ട്, പിന്നെ അഡീഷണൽ 2 പീഠം എങ്ങനെ വന്നു? ആ പീഠത്തിന്റെ മുകളിലുള്ള ദ്വാരപാലക ശില്പങ്ങൾ എന്ത് ചെയ്യും? അത് സീരിയസ് ആയ ഒരു ഒഫൻസ് അല്ലേ? അതിനെക്കുറിച്ച് നിയമസഭയിൽ ആരും മിണ്ടുന്നില്ലല്ലോ. അപ്പൊ ആ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. പിന്നെ ഇത് ചെമ്പുപാളി ആയതിനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നാൽ വലിയ പ്രയാസം. ഞാൻ ചോദിക്കുന്നത്, ജനം ടിവിയും എനിക്കൊക്കെ അറിയാം, അന്ന് നട തുറക്കുമ്പോൾ മുതൽ നടക്കുന്നവരെ അവിടെ ഉണ്ടാകുന്നവരാണ്. നിങ്ങൾക്ക് 2015-ലെയും 16-ലെയും 17-ലെയും 14-ലെയും ഒക്കെ വിഷ്വൽസ് ഉണ്ടല്ലോ. നിങ്ങൾ ആ വിഷ്വൽസിനകത്ത് നിങ്ങൾ വളരെ ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് നോക്കൂ. ചെമ്പ് ലാഞ്ചന അല്ലെങ്കിൽ ചെമ്പ് തെളിഞ്ഞുവെങ്കിൽ കാണാൻ കഴിയില്ലേ? ഇപ്പോഴും ഇത് ലോകത്തെല്ലാവർക്കും കാണാവുന്ന കാര്യങ്ങളല്ലേ? അപ്പൊ അതുകൊണ്ട് ഇത് വളരെയേറെ കുറ്റകരമായ ഒരു കളവാണ് നടന്നിരിക്കുന്നത്, വഞ്ചനയാണ് നടന്നിരിക്കുന്നത്, അയ്യപ്പ ഭക്തന്മാരോട് ചെയ്തിരിക്കുന്ന ഒരു ചതിയാണ്. ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ഇപ്പോൾ ഗവൺമെന്റ് ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പോരാ, കുറച്ചുകൂടി സ്ട്രോങ് ആയ ഒരു അന്വേഷണം നടത്തി. ഒറ്റ കാര്യം കൂടി നോക്കൂ. ഇപ്പോൾ എന്തായാലും കള്ളന്മാർ കപ്പലിൽ തന്നെയുണ്ട്. അപ്പോൾ ഇത് ഉദ്യോഗസ്ഥന്മാരുടെ
വീഴ്ച എന്ന രീതിയിൽ മാത്രം കണ്ടുകൊണ്ട് ഈ കേസ് ക്ലോസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു നീക്കം നടക്കുന്നതായിട്ടാണ് ഞാൻ അറിയുന്നത്. മാത്രമല്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഈ കാലയളവിൽ, ഈ ക്രമക്കേടൊക്കെ നടന്ന കാലയളവിൽ ദേവസ്വം ബോർഡ് വിജിലൻസിൽ ഇരുന്ന 2 ഉദ്യോഗസ്ഥരെയും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തിനാണാവോ? കാരണം അതും ഒരുപക്ഷെ അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അല്ലാതെ എന്ത് ഉദ്യോഗസ്ഥന്മാരെ കിട്ടാത്തത് കൊണ്ടാണോ? എത്ര നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്, സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരെ, അതായത് ഹൈക്കോടതി അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഇങ്ങനെ ചെയ്തത്. ഹൈക്കോടതിക്ക് ഒരുപക്ഷെ വിജിലൻസിൽ നിന്ന് പട്ടിക കൊടുത്തിട്ടുണ്ടാവും ഉദ്യോഗസ്ഥരുടെ. ആ പട്ടികയിൽ ഈ 2 പേരെയും കൂടി അങ്ങ് ഉൾപ്പെടുത്തിയായിരിക്കും. എളുപ്പമായല്ലോ. അങ്ങനെയാണെങ്കിൽ സ്വാധീനിച്ച് രക്ഷപ്പെടാമല്ലോ. ഉൾപ്പെടുത്തിയാലും ഈ സാധനം അടിച്ച് മാറ്റി വിറ്റ് ആളുകളെയും അതിന്റെ തൊണ്ടി മുതലും കണ്ടെടുക്കും വരെയുള്ള പോരാട്ടം അത് ഒരു കാരണവശാലും അവസാനിപ്പിക്കില്ല. അയ്യപ്പന്റെ മുതലാണ്, വിശ്വാസികളുടെ ഒരു മനസ്സിന്റെ ഉള്ളിലെ ഒരു മുതലാണ്. ഒരു കാരണവശാലും UDF അതിന് പിന്നോട്ട് പോകാൻ കഴിയില്ല. അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തും. ഓക്കെ.